here is an example program for default constructor. So as I already told you, what is default constructor means? It is a constructor which does not take any argument, which means it has no argument value or it has no any parameters. Okay, so here is a program for the concept of default constructor. So this is our program. Start from the header file. Then here is I create a class named as construct. Just here I create a class named as construct. Then എപ്പോഴും കൺസ്ട്രക്റ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും പബ്ലിക് ആയിട്ടായിരിക്കും, ഒരിക്കലും പ്രൈവറ്റ് ആയിട്ടായിരിക്കില്ല, പബ്ലിക് ആയിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്റ്റേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ഒരു കൺസ്ട്രക്ടറും നമ്മുടെ പ്രോഗ്രാമിൽ കൊടുത്തിട്ടില്ല എങ്കിൽ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ അസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്റ്റേഴ്സ് എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏതിൻ്റെ അകത്തായിരിക്കും? പബ്ലിക് ആക്സസ് സ്പെസിഫയറിൻ്റെ അകത്തായിരിക്കും ഡിഫൈൻ ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് മൈ ക്ലാസ് constructor. So this is a class name. Then give the access specifier public. Inside the class construct I declared two variables, that is a comma b. Int a comma b, two variable. Then I create the default constructor. ഇപ്പോൾ നമ്മൾ ക്ലാസ് എഴുതി കഴിയുമ്പോൾ ക്ലാസ്സിൻ്റെ അകത്തായിരിക്കും നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? എപ്പോഴും കൺസ്ട്രക്ടറിൻ്റെ ആക്സസ് സ്പെസിഫയർ എന്ന് പറഞ്ഞത് പബ്ലിക് ആയിരിക്കും, എപ്പോഴും പബ്ലിക് ആയിരിക്കും. പബ്ലിക്കിൻ്റെ അകത്ത് വേണം നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. എങ്ങനെ മനസ്സിലായി? ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്സസ് ആർഗ്യുമെൻറ്റ് വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ല, പാരാമീറ്റേഴ്സ് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സോ ദിസ് ഇസ് എ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ആൻഡ് വൺ മോർ കേസ്, എപ്പോഴും കൺസ്ട്രക്ടറിൻ്റെ നെയിമും നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിമും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ക്ലാസ് നെയിമും കൺസ്ട്രക്ടർ നെയിമും എന്തായിരിക്കും? സെയിം ആയിരിക്കണം. This is the important rule regarding constructors. Okay, so this is a default constructor. Also we can say that this is also a member function of this class. We can say that this is also a member function of this class. Then inside this constructor I give the values for this a and b. Inside the constructor I give the values for a and b, that is a equal to 10 and b equal to 20. Inside the constructor I give the value a equal to 10 and b equal to 20. Then close the constructor and close the class construct. Okay, then I start the main function into main. Then this is an object created for the class. This is an object created for the class. So here the object name is C. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. എങ്ങനെയാണ്? ക്ലാസ് നെയിം സ്പേസ് ദെൻ ഒബ്ജക്റ്റ് നെയിം. സോ ഹിയർ ദ ക്ലാസ് നെയിം ഈസ് കൺസ്ട്രക്ട്, ദെൻ സി ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദിസ് ക്ലാസ്. സോ നൗ ദ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. സോ ദിസ് ഈസ് എ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ പ്രോഗ്രാം. അപ്പോൾ ഇതിൽ എനിക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. എയുടെയും ബിയുടെയും വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. സോ ഞാൻ ആ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും ഒരു ഫംഗ്ഷനായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമായിട്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുന്നില്ല. പകരം സി ഔട്ടിൽ എ സി ഡോട്ട് എ ബി സി ഡോട്ട് ബി, ദിസ് ഇസ് ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. ദാറ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ആ എലമെൻറ്റ് നെയിം, ഏത് എലമെൻ്റ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് എലമെൻറ്റിൽ നിന്നാണോ വാല്യൂ ഫെച്ച് ചെയ്യേണ്ടത്, സോ ദാറ്റ് ഈസ് സി ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വാല്യൂനെ ആക്സസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഓൾറെഡി വി ഹാവ് സി ഡോട്ട് എ. സോ എ എസ് സി ഡോട്ട് എ ആൻഡ് ബിയുടെ വാല്യൂ കിട്ടുന്നതെങ്കിൽ സി ഡോട്ട് ബി. ദെൻ ഞാൻ പ്രോഗ്രാം ക്ലോസ് ചെയ്തു. സോ ഇൻ്റെ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ ഒരു ഫംഗ്ഷനും കോൾ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടേക്ക് വാല്യൂവിനെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനോ ഒരു ഫംഗ്ഷനും കോൾ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് എയുടെ വാല്യൂ കിട്ടിയത്? ഇവിടെ ഞാൻ സിയിലേക്ക് പ്രത്യേകിച്ച് വാല്യൂസ് അസൈൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് വാല്യൂസിനെ എയിലേക്കും ബിയിലേക്കും ഇൻസേർട്ട് ചെയ്യാനുള്ളതൊന്നും എവിടെ കൊടുത്തിട്ടില്ല, പ്രോഗ്രാമിൽ കൊടുത്തിട്ടില്ല, അതുപോലെ ഫംഗ്ഷനായിട്ടും എഴുതി വെച്ചിട്ടില്ല. സോ എങ്ങനെയാണ് ഈ സി എന്ന ഒബ്ജക്റ്റിലേക്ക് എയുടെ വാല്യൂ കിട്ടുന്നത്? അത് ഈ കൺസ്ട്രക്ടർ വഴിയായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് കൺസ്ട്രക്ടർ സി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്
ഈ സെയിം ക്ലാസ് നെയിമിലുള്ള കൺസ്ട്രക്ടറിനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻവോക്ക് ചെയ്യുന്നു. അതായത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആർ ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ദ ഓബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ്. ഇവിടെ കൺസ്ട്രക്ടർ ക്ലാസ് നെയിം സി, ക്ലാസ് നെയിം കൺസ്ട്രക്ടർ സി ഇസ് ദ ഓബ്ജക്റ്റ്. ഇവിടെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെയും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വെച്ചിട്ട് കോൾ ചെയ്യുകയാണ്. സെപ്പറേറ്റ് നമ്മളൊരു കോളിംഗ് ഫംഗ്ഷനായി എഴുതി വെക്കുന്നില്ല. പകരം ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു. സോ ഇവിടെ കൺസ്ട്രക്ടർ സി എന്ന് നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി കോളായി. ഓട്ടോമാറ്റിക്കലി കോൾ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിലേക്ക് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ അകത്ത് എന്തൊക്കെയാണോ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം ഈ ഓബ്ജക്റ്റിലേക്കും കിട്ടും. ഓക്കെ, ഇതാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. നമ്മൾ വാല്യൂസ് ഒന്നും പാസ് ചെയ്യാതെ, ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യാതെ എങ്ങനെയാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് വാല്യൂ ആക്സസ് ചെയ്യുന്നതെന്ന് ഉള്ളതിൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, ഇവിടെ ക്ലാസ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ആയപ്പോൾ ഈ സെയിം ക്ലാസ് നെയിമിലുള്ള കൺസ്ട്രക്ടർ, ക്ലാസ്സിൻ്റെ അകത്തുള്ള കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്കായി. അങ്ങനെ കൺസ്ട്രക്ടറിൻ്റെ അകത്തുള്ള ഡാറ്റ ഈ ഓബ്ജക്റ്റിലേക്കും കിട്ടും. അങ്ങനെയാണ് സി ഔട്ടിൽ സി ഡോട്ട് എ എന്ന് എഴുതുമ്പോൾ ഈ എയുടെ വാല്യൂ ഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ക്ലിയർ? സോ വി ഗോട്ട് ദ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്, A 10 and B 20. So this is about the default constructor. The main point is default constructor has no any arguments or parameters. Okay, it automatically called when the object is created in the main function. So this is all about the default constructor.